ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ് ബെയ്ദ്. ഇന്ന് നമ്മളെ സെറുബേബിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. സെറുബേബി ബുജേറിൻ്റെയും ഫൗമിൻ്റെയും മോനാണ്. അപ്പോൾ അവരെ വീട് നമ്മളടുത്ത്, ബുജേറിൻ്റെ വീട് നമ്മളവിടെ തന്നെ ചെറിയപ്പൂര് ബീരാഞ്ചിറയാണ് കേട്ടോ. അവൻ്റെ വീട് നമ്മളെ വീടിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെറുബേബിൻ്റെ ബർത്ത്ഡേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവർ ഇവിടെ ഉണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ നമ്മളെ വീഡിയോ. അങ്ങനെ നമ്മളിടയ്ക്ക് എല്ലാവരും ഒരു വെള്ളിയാഴ്ച അങ്ങനെ കൂടാറുണ്ട്, ഓരോ വെള്ളിയാഴ്ചകളും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാണുന്നവർക്കൊക്കെ. അപ്പോൾ അങ്ങനെ ബുജേറിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനും ഉക്കി, അംസി, ജാഫറും ഉണ്ട്. ഞങ്ങൾ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ ജുമയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ അത് അവരെ ഗേറ്റ് തുറക്കാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഗിഫ്റ്റൊക്കെ ഉണ്ട്, വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ആണ് കേട്ടോ എടുത്തത്. അപ്പോഴൊക്കെ അവരുടെ ഡോറൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ 4 പേരാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. വേറെയും ഫാമിലിയൊക്കെ വരാണ്ടായിരുന്നു. നവാസും ഷംസിയും ഉണ്ടായിരുന്നു എത്താൻ. പിന്നെ നൗഫലും ഫാമിലിയും ഉണ്ടായിരുന്നു. സഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സഫും കുട്ടികളും 9-ാം തീയതി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സെറുബേബിൻ്റെ ബർത്ത്ഡേ 9-ാം തീയതിയാണ്. അപ്പോൾ സഫും കുട്ടികളൊക്കെ പോണ കാരണം നേരത്തെ ആക്കിയതാണ്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്താൻ അങ്ങനെയാണ് പാർട്ടി നേരത്തെ ആക്കിയത്. കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ 9-ാം തീയതിയാണ്. അപ്പോൾ 2 വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരിക. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ജാഫറാണ് മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജാഫറിൻ്റെ മന്തി ഉണ്ട്, സൂപ്പറാണ് ജാഫറിൻ്റെ മന്തി. അപ്പോൾ ജാഫറിൻ്റെ മന്തി ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ജാഫറിന് കുറേ ഫാൻസ് നമ്മളെ വീഡിയോ കാണുന്നതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഫർ ഫാൻസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരിങ്ങനെ തമാശ ആക്കൂട്ടാ, ജാഫറിനാണ് കൂടുതൽ ഫാൻസ്, ജാഫർ ഫാൻസ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ തമാശ ആക്കുമായിരുന്നു. മന്തിയൊക്കെ ഇവിടെ ദമ്മിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജാഫർ രാവിലെ വന്ന് മന്തിയൊക്കെ ഉണ്ടാക്കി പോയതാണ്. ജാഫർ സ്പെഷ്യൽ മന്തി, ജാഫർ ഫാൻസ് ലൈക്ക് അല്ലേ? എല്ലാരും വരും കേട്ടോ. ജാഫർ മഷാല്ലാ. ചെമ്പ് പിന്നെ കിട്ടിയാ വേറെ? എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? യശ്മയുടെ കുട്ടീന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? വയ്യേ? പനിയുണ്ടോ? ജലദോഷമുണ്ടോ? ആണോ? അയ്യായിക്കാണോ? ഇതാണ് നമ്മള് സെറുബേബി. ഇവന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 2 വയസ്സാണ് കേട്ടോ സെറുബേബിക്ക്. അപ്പൊ അതിന്റെ ചെറിയൊരു സെലിബ്രേഷന് ഞങ്ങളിവിടെ പ്രവാസികളെല്ലാരും കൂടിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ബോളുണ്ടോ? പിന്നെന്താ ഉള്ളേ? കേക്കുണ്ടോ? കേക്കുണ്ടോ? ബിരിയാണി ഉണ്ടോ? മന്തി ഉണ്ടോ?
വാങ്ങേ ഓന് ഫുഡൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കൂടി കണ്ടിട്ട് എന്തൊക്കെയാ ഇപ്പൊ ഇതാ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കൽ തുടങ്ങി. പിന്നെ പ്ലേറ്റ് ഇനി ഒരു ടീമും കൂടി വരാണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എല്ലാം റെഡിയാക്കി ഉണ്ടായിരുന്നു. ആദ്യം ഒരു പായ വിരിച്ച് പിന്നെ അതിൻ്റെ മേലെ ഷീറ്റ് വിരിച്ചിട്ടാണ് ഇങ്ങനെ. അപ്പോൾ കൂടുതൽ പേരൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടെ കുറേ ഇങ്ങനെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ കേട്ടോ, ബുജേറിൻ്റെ വീട്ടിൽ. ഇപ്പോൾ അതാ നൗഫലും ഫാമിലിയൊക്കെയാണ് വരുന്നത്. ഫാമിലി കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നൗഫല് കളമ്പ് ഒരു ഹായ് പറഞ്ഞു ഷംസിയ. ഷംസിയ ഒരു ഹായ് പറഞ്ഞു. ഷംസിന്റെ ഉമ്മ എന്റെ സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ദിവസം സെറുബേബിൻ്റെ കേക്ക് കട്ട് ചെയ്യണില്ല കേട്ടോ. ഇത് അതൊരു സെലിബ്രേഷനായിട്ട് അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ നടത്തിയതാണ്. കേക്ക് കട്ട് ചെയ്യൽ 9-ാം തീയതി സെറുബേബിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫാമിലി പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇവരാണ് കേട്ടോ അത്. സഫു ഓരോ കുട്ടികളാണത്. 3 പേര് മാഷാഅല്ലാഹ് 3 പെൺകുട്ടികൾ. പിന്നെ അതിലാണ് സഫു നൗഫൽ അവരാണത് അത് കേട്ടോ. അപ്പോൾ ഇവരാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞത്. നൗഫൽ പോകണില്ല, സഫും കുട്ടികളുമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി നേരത്തെ ആക്കിയത്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഇതാ ജാഫറിൻ്റെ അടിപൊളി മന്തി ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. മാഷാഅല്ലാഹ് സൂപ്പറായിരുന്നു. നമുക്ക് സ്പെഷ്യൽ ചിക്കൻ ഉണ്ട്. അത് അതിൽ നിന്ന് ഇതിടത്തിൽ വെക്കുന്നു കാണട്ടല്ലേ എൻ്റെ സ്പെഷ്യൽ. പ്രത്യേകം കേട്ടോ ഷംസിയ. പറഞ്ഞു തന്നാല് നൗഫലിനാണ് ആണല്ലേ. ഇനി എടാ ബൈദക്ക നിങ്ങള് പറഞ്ഞാണ്. അംസ പിന്നെ ഒന്നും പറയില്ല. സോഫു പറ. വാസാണോ ഇനി ഷംസി? ജാഫർക്ക മന്തി അടിപൊളി ആണാ? ഞാൻ അതൊന്നും ഉണ്ടാക്കണല്ലോ.
മന്തി കഴിച്ചാലാണ് കൂടുതൽ മാറ്റം. ഞങ്ങളെ സുന്ദരി എന്നാ നീ എല്ലാരോടും പോയി. ആ സൗമ്യ ഓക്കെ ബൈ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതങ്ങനെ പോകാൻ നിൽക്കണം. അപ്പോഴേക്ക് ഫോട്ടോ എടുക്കലൊക്കെ അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. എല്ലാവരും കൂടിയ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ ആരും പോകില്ല. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ 9-ാം തീയതി പുലർച്ചെ ഒരു 12 മണിക്ക് 8-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഒരു 12 മണിട്ട് 9-ാം തീയതി 12 മണിയൊക്കെ അവിടെ മുന്നേയിട്ട് പിന്നെ ജാഫർ ഇക്കൊക്കെ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ വരുമോ കേക്ക് കട്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വന്ന് സെറുബേബിൻ്റെ കേക്ക് കട്ട് ചെയ്യാനും. ഇപ്പോൾ ഇന്നാണല്ലോ ശരിക്കും ബർത്ത്ഡേ 9-ാം തീയതിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ സെറുബേബിൻ്റെ കേക്ക് കട്ട് ചെയ്യാനിതാ ഞാനും ഉക്കി അംസയാണ് വന്നത്, ബാക്കി ആരും ഇല്ല കേട്ടോ. ജാഫറിനൊക്കെ വിളിച്ചു, അപ്പോൾ അവനും ഉറങ്ങുകയാണെന്ന് പറഞ്ഞ്. പിന്നെ ഷംസി നവാസും കുറച്ച് ദൂരെയാണ്, അവർക്ക് പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളാണ് ഇപ്പോൾ ഇവരെ അടുത്തായിട്ടുള്ളത്. എന്നതാ ഞങ്ങൾ വന്ന് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാനിപ്പോൾ ഇവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ ഇതാക്കി, അതുപോലെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ സ്റ്റിക്കറൊക്കെ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ സെറു ബേബി. മാഷാഅല്ലാ 2 വയസ്സായി. കഴിക്ക് വേണ്ട കുറച്ച് കഴിക്ക്. മിഠായി ബൈ ബൈ പറഞ്ഞു. ഹായ് പറ. ഹായ്. ഇത് കാണുന്നവരെല്ലാരും ഇതിന്ന് മിഠായി ഓരോന്ന് എടുത്തോളും. കേക്കും കഴിച്ചോളി. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.